SF മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കില്ല, 3 മാസത്തെ കുടിശ്ശിക തീർക്കും. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കില്ല, മറിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്ത വരുന്ന ഏപ്രിലിൽ വിതരണം ചെയ്യും. ബജറ്റ് അവതരണത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ വർധന. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ 200 രൂപയുടെ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം 2 ഗഡു സാമൂഹിക പെൻഷൻ കുടിശ്ശിക അനുവദിക്കുകയുണ്ടായി. അവശേഷിക്കുന്ന 3 കുടിശ്ശികകൾ 2025-26 കൊടുത്തു തീർക്കും. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ കൈവിടാതെ സർക്കാർ കാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥനാണെന്നും മന്ത്രി പറഞ്ഞു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്ക് ഇൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുമെന്നും മന്ത്രി പറഞ്ഞു.